അപ്പോൾ ഗൈസ് ഇതാ ഊരി വന്നിട്ടുണ്ട് സംഭവം. അപ്പം ഇതിനകത്ത് എന്നായിരിക്കും നിങ്ങൾ ആരും ഞെട്ടരുത്. അപ്പം ഞാൻ ഊരി മാറ്റുവാണ്. ഇതാ കൂട്ടുകാർ, ഇപ്പം എൻ്റെ വാഷിംഗ് മെഷീൻ നിന്നിട്ടുണ്ട്. ഈ വാഷിംഗ് മെഷീനകത്തു നിന്ന് ഇറങ്ങിയ ചെളിയാണത് ഈ കാണുന്നത്. ഇത് ഇത്രയും കാണുന്നത്, ഇത്രയും ചെളിയാണ് ഇറങ്ങുന്നത് വാഷിംഗ് മെഷീനകത്തു നിന്ന്. ഇത്രയും ചെളി എന്തുകൊണ്ടാണ് ഇറങ്ങുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം എന്തായാലും ഈ വാഷിംഗ് മെഷീൻ ഒന്ന് തുറന്നു നോക്കാൻ പോവാണ്, ഇതിൻ്റെ അകത്തെ സ്ഥിതി എന്താണെന്നുള്ളത്. ഇപ്പം എന്താ തുണി ഇതിനകത്ത് കറങ്ങി തീർന്നിരിക്കുകയാണ്. പക്ഷെങ്കിൽ അത്രയും ചെളി വരാനുള്ള ഒരു തുണി ഇതിനകത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇത്രയും ചെളി ഇതിനകത്തൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ ഡ്രമ്മിൻ്റെ, അതായത് ഈ മോട്ടറിൻ്റെ അടിയിൽ ഒത്തിരി ചെളി അടിഞ്ഞിരിപ്പുണ്ട് സംഭവം. അപ്പോൾ ഇന്ന് നമ്മളിത് തുറന്നു നോക്കാൻ പോവാണ്, ഇതിൻ്റെ അകത്തെ സ്ഥിതി എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ തുണിയെല്ലാം കൂടെ എടുത്ത് നമുക്കൊരു ബക്കറ്റിനകത്തോട്ട് നിറയ്ക്കാം. ഇതാണ് അകത്തെ കണ്ടീഷൻ. കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് തോന്നുന്നു. പക്ഷെങ്കിൽ ഇതെത്രത്തോളം വൃത്തിഹീനമാണെന്ന് നമുക്ക് ഏതാണ്ട് നിമിഷങ്ങൾക്കകം അറിയാൻ സാധിക്കുന്നതാണിത്. അപ്പം ഇത് തുറക്കണമെങ്കിൽ ആദ്യം ഇതൊരു ക്യാപ്പാണ്. ഈ ക്യാപ്പ് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ തുറക്കാം. അപ്പം ഞാൻ 1 by 1 ആയിട്ട് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് കാണാം, ഇത് പുറത്തുനിന്ന് തന്നെ നല്ല ചെളിയാണ് ഇവിടെ. അതായത് കണ്ട ചെളി അടിഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇനി ഇത് തുറന്നു കഴിയുമ്പം എന്തായിരിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഊരി വന്നിട്ടുണ്ട് സംഭവം. അപ്പം ഇതിനകത്ത് എന്നായിരിക്കും നിങ്ങൾ ആരും ഞെട്ടരുത്. അപ്പം ഞാൻ ഊരി മാറ്റുവാണ്. ഇതാണ്ട് കണ്ട, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത്രയും ചെളിക്കകത്തിട്ടാണ് നമ്മൾ മെഷീനകത്ത് നമ്മൾ തുണി അലക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. കണ്ടു നോക്കിക്കോളും. ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ സൈഡിലത്തെ ഇവിടെ നിന്നാണ് ഇത് ചെളി വലിക്കുന്നത്. നമ്മുടെ തുണിയിലൊക്കെ ചെളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്നാണ് സംഭവം വലിക്കുന്നത്. ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ താഴോട്ട് അത് ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് തള്ളുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെയും കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് സംഭവം. ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുപോയി കാണിക്കാം. എന്താ കൂട്ടുകാരി, ഇത് ഇവിടെ കണ്ടോ, ഇവിടെ കുറേ അഴുക്കുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഹോളിൽ കൂടെയാണ് ഈ അഴുക്ക് താഴേക്ക് വലിച്ച് ഇവിടുന്ന് അത് പുറത്തേക്ക് ഈ പൈപ്പ് വഴി അഴുക്ക് കളയുന്നത്. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ ഇവിടെ തൊട്ട് മൊത്തം താഴോട്ട് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇനി കാണിക്കാം. ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രഷർ പമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടെ ഒരു പ്രഷർ വാഷറെല്ലാം സെറ്റ് ചെയ്തു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ വിൻഡ് 300 ഐബലിൻ്റെ മെഷീൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ വിൻഡ് 300 വിൻഡ് 55 ഇത് അടിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ പ്രഷർ വാഷറാണ്. അപ്പം സംഭവം ഓൺ ചെയ്തിട്ടൊന്ന് അടിക്കാം.
കൂടുതൽ ഞാൻ ഇതിനകത്ത് ചെളിവെള്ളം ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിനകത്ത് ചെളിവെള്ളം. ഇതാ ആണ് സൈഡെല്ലാം കംപ്ലീറ്റ് ക്ലീനായി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എല്ലാം അടിച്ച് ക്ലീനാക്കി എല്ലാം താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ചെളിവെള്ളം. ഇനി ഇത് ഓടിച്ച് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ പൈപ്പ് വഴി നമ്മൾ കളയും. സൈഡിൽ ഇത്തിരി ചെളി ഇരിപ്പുണ്ട്, അതുകൊണ്ടൊന്ന് കുറച്ച് കിടക്കണം. ഈ സൈഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം വെള്ളം നിറച്ചിട്ട് ഒന്നും റിച്ച് വരുന്നുണ്ട്. അപ്പം ഏതാണ്ട് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറി നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെയും കുറച്ച് അഴുക്കൊക്കെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാലും അത് ഇനി നമ്മൾ ഇളക്കി വിട്ടിട്ടുണ്ട് സംഭവം. അപ്പം തുണി ഇളക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് സർഫൊക്കെ പോകുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി ട്യൂബിനകത്തോടെ ക്ലീൻ ആയിക്കോളും സംഭവം. അപ്പോൾ അതത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും നമ്മൾ മേജർ സർവീസ് തന്നെയാണ് ഇതിനെ ചെയ്തത്. ഇപ്പം ഇനി നമ്മൾ ഒരു ജസ്റ്റ് 2 തുണി, അതായത് വേസ്റ്റ് തുണി നമ്മൾ അലക്കി നമ്മൾ ക്ലീൻ ചെയ്യും. എന്നിട്ടും അതിനകത്തുള്ള ഡേർട്ടും അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആവും സംഭവം. കറക്റ്റായിട്ട് ലോക്ക് നമുക്ക് വീണിട്ടുണ്ട്. കാണുന്നില്ല, കറക്റ്റ് ലോക്ക് വീണിട്ടുണ്ട് സംഭവം. നമ്മൾ സ്ക്രൂ എടുത്തിട്ടുണ്ട്. സ്ക്രൂ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇടണം. ഇവിടെ ഒരു ഹുക്കുണ്ട്, ഇവിടെ ഒരു ഹുക്കുണ്ട്. പിന്നെ ഇത് മേളോട്ട് പുള്ളി ചെയ്തെടുക്കാനുള്ള ഒരു സപ്പോർട്ട് ഹുക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഈ 2 ഹോളിനകത്തും കറക്റ്റായിട്ട് വീഴണം. എന്നാലേ ലോക്ക് കറക്റ്റായിട്ട് വീഴത്തുള്ളൂ. അല്ലാതെ ദോഷം ഇത് തുണി അളക്കുമ്പോഴത്തേക്കും സംഭവം ഊരി പുറത്ത് വരും. കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തുണി ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഈ സംഭവം മേലോട്ട് ഫുള്ളായിട്ടാണ് വെള്ളം പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് വിടുന്നത്. അത് കറക്റ്റായിട്ട് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പം അതുവരേക്കും വീഡിയോ ഒന്ന് പോസ് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു മുണ്ട് അലക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് ആവുന്നുണ്ടെന്നുള്ള നമ്മൾ നോക്കണം. കാരണം ഇത് സെൻസർ സാധനമാണ്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഫിറ്റിങ്സ് എന്തെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ സംഭവം വർക്കാകത്തില്ല. ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാനൊരു മുണ്ട് എടുത്തിട്ടുണ്ട്. മുണ്ടെടുത്ത് ഒന്ന് അലക്കി നോക്കാൻ പോവാണ്. അപ്പം ഞാൻ ക്വിക്ക് വാഷാണ് ചെയ്യുന്നത്. ക്വിക്ക് വാഷിനകത്ത് സംഭവം നോക്കാം. അപ്പം സംഭവം കറക്റ്റാണ്, സെൻസ് ചെയ്യുന്നുണ്ട്. വെള്ളം ഇവിടെ അകത്തുനിന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളം അകത്തേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് സെൻസ് ചെയ്ത് 22 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. വാഷിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. റിൻസയിലും ലൈറ്റ് വന്നിട്ടുണ്ട്, സ്പിന്നിലും ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറങ്ങി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വെള്ളം തള്ളുമ്പോൾ ഈ വെള്ളം ഇവിടെ നിന്ന് കറക്റ്റായിട്ട് പോകുന്നുണ്ടോയെന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കൂടാതെ കറക്റ്റായിട്ട് വെള്ളം തള്ളുന്നുണ്ട് പുറത്ത്. കറക്റ്റ് ഫങ്ഷനിങ് ആണ്. അപ്പോൾ നല്ല ക്ലീൻ വെള്ളമാണ് വരുന്നത്. കംപ്ലീറ്റ് ക്ലീൻ വെള്ളമാണ് പോകുന്നത്. കണ്ടോ,
ഫുള്ളി ക്ലീൻഡ് വെള്ളമാണ്.